നമ്മളിപ്പോൾ പൂങ്കാവ് ദേവാലയത്തിൻ്റെ അകത്ത് അൾത്താരയ്ക്ക് സമീപം എത്തിയിരിക്കുകയാണ്. വളരെ പഴയൊരു ദേവാലയമാണ് അല്ലേ? എത്ര വർഷം 1860-ലാണ് ഈ ദേവാലയം സ്ഥാപിതമായിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട? ഒരുപാട് പേര് നേരത്തെ നമ്മൾ സംസാരിച്ചു, ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാണ്, പിലിഗ്രിം സെൻ്ററാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട? നമുക്ക് ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും ഈ ദേവാലയത്തിൽ വരുന്നത് വിശുദ്ധവാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരക്കുകളാണ്. വിശുദ്ധവാരത്തിൻ്റെ നോൻപ് തുടങ്ങുന്ന അന്ന് മുതൽ ഇവിടെ തീർത്ഥാടകരുടെ പ്രവാഹമാണ്. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഒത്തിരിയേറെ പേര് ഇവിടെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനും ഒക്കെ ആയിട്ട് ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധവാരത്തിലെ പെസഹ വ്യാഴവും പെസഹ വ്യാഴാഴ്ചയിലെ ദീപക്കാഴ്ച, പിന്നെ ദുഃഖവെള്ളിയാഴ്ചയിലെ നഗരകാണിക്കൽ. അതിൽ പെസഹ വ്യാഴാഴ്ചയിലെ ദീപക്കാഴ്ച എന്ന് പറയുമ്പോൾ പൂങ്കാവിൻ്റെ തിരുമുറ്റത്ത് നിന്ന് ആരംഭിക്കുന്ന നിലവിളക്ക് കത്തിച്ചുകൊണ്ട്, ഇപ്പോൾ വീട്ടിൽ നിന്ന് നിലവിളക്കും എണ്ണയും തിരിയുമായി ഇവിടെ എത്തി അവിടെ പല പല ലെയറുകളായിട്ട് നമ്മളിവിടെ നിർത്തിയിരിക്കുന്ന വോളണ്ടിയേഴ്സ് അത് തിരിച്ചിട്ടുണ്ടാവും. ആ പൂങ്കാവിൻ്റെ ദേവാലയത്തിൻ്റെ തിരുമുറ്റത്ത് നിന്ന് തുടങ്ങുന്ന ആ ഒരു നിലവിളക്ക് കത്തിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങി പൂങ്കാവ് റെയിൽവേ ട്രാക്കിന് അടുത്ത് വരെ ഈ നിര ചെല്ലും. അത് ഒരു നിരയല്ല, പല നിരകൾ. ശരിക്കും പറഞ്ഞാൽ ഈ പൂങ്കാവിൻ്റെ തിരുമുറ്റത്ത് തെളിയിക്കുന്ന ഓരോ ദീപനാളങ്ങളും തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ അടയാളമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ തന്നെ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു പനിയുണ്ടായി. സാധാരണ എല്ലാവർക്കും പനി വരുന്നത് പോലെ ആ ഒരു പനിയെ കണ്ടു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു, മരുന്ന് വാങ്ങി. ഒരു 3-4 ദിവസമായിട്ട് കുറവില്ല. അങ്ങനെ ജില്ലാ ഹോസ്പിറ്റലിൽ പോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. വാർഡിലാണ് ഞാൻ കിടക്കുന്നത്. സാധാരണ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ പനിക്കുള്ള മെഡിസിൻസ് എനിക്ക് തരുന്നുണ്ട്. ഒരു 3-4 ദിവസമായിട്ട് പനി കുറയുന്നില്ല. അപ്പോൾ ഒരു ദിവസം തീരെ 3-4 ദിവസമായിട്ട് കുറവില്ല വന്നപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ICUയിലോട്ടൊന്ന് മാറ്റണം, കുറച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം ICUയിലോട്ടൊന്ന് മാറ്റുവാണെന്ന് പറഞ്ഞു. പേടിപ്പിക്കുന്ന രീതിയിലോ അങ്ങനെ ഒന്നുമല്ല, അല്ലെങ്കിൽ ഇച്ചിരി സീരിയസ് ആണെന്നോ ഒന്നും പറഞ്ഞില്ല, ഒന്നും അറിയില്ല. നേരെ ICUയിലോട്ട് മാറ്റി. ICUയിലോട്ട് ഒരു ദിവസം രാത്രിയിലാണ് മാറ്റി. പിറ്റേ ദിവസം രാവിലേക്കുള്ളിൽ തന്നെ ഇവർ കുറേ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം ഇവർ ഉച്ചയായപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തതിനകത്ത് ശരിക്കും പല ടെസ്റ്റുകളിലും ഹൈ ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ മാക്സിമം ലിമിറ്റിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തല പോലും പൊക്കിയൊന്നും എഴുന്നേറ്റിരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. എനിക്കറിയത്തില്ല ഞാൻ എനിക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പറ്റുമോ എന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സാഹചര്യം. എനിക്ക് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെന്നല്ലാണ്ട് എനിക്ക് വലിയ ഇത് കിട്ടുന്നില്ല. അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ ചെയ്യാം, ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി കഴിഞ്ഞു. അവർ കൈയൊടിയുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടി ഒത്തിരിയേറെ വേരിയേഷനുകൾ എനിക്കുണ്ടായി ആ സമയത്ത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവർ കൈയൊഴിഞ്ഞു വിട്ടു എന്ന് വെച്ചാൽ അവരുടെ റിസ്ക്കും അവർ മാറ്റി. അപ്പോൾ ഞാനൊരു പഞ്ചായത്ത് മെമ്പർ കൂടെ ആയിരുന്നതുകൊണ്ട് അന്ന് MP ഒക്കെ ഇടപെട്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതെ, അപ്പോൾ ആ സമയത്ത് പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ അന്ന് MP ഒക്കെ വന്നായിരുന്നു, എനിക്കിങ്ങനെ തീരെ വയ്യാന്നുള്ളത് പറഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട് KC വേണുഗോപാൽ സാറൊക്കെ വന്നായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് സാറ് കൂടെ ഡോക്ടറോട് വിളിച്ചതിൻ്റെ പുറമെയാണ് എന്നെ അവർ ICUയിലോട്ട് മാറ്റുന്നത്. അപ്പോൾ തന്നെ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് എന്നെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു. അപ്പം മെഡിക്കൽ ട്രസ്റ്റിലേക്ക് ഈ ആലപ്പുഴയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിൽ എൻ്റെ ചേച്ചിയും ഉണ്ട്, എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ ചേച്ചി ആംബുലൻസിൽ ഇരുന്ന് കൊണ്ട് പ്രാർത്ഥിച്ചു. എൻ്റെ പൂങ്കാവിൽ തിരുമുറ്റത്ത് ജനിച്ച് വളർന്നതാണ് ഇവള്. എല്ലാ വർഷവുമുള്ള പെസഹ വ്യാഴാഴ്ചയിലെ ദീപക്കാഴ്ചയിൽ അങ്ങയുടെ തിരുമുറ്റത്ത് ദീപനാളം തെളിയിച്ചു കൊള്ളാം, പൂർണ്ണ ആരോഗ്യവതിയായി തിരികെ കിട്ടുവാണെങ്കിൽ ആയുസ്സുള്ളിടത്തോളം കാലം പൂങ്കാവിൻ്റെ തിരുമുറ്റത്ത് ദീപനാളം തെളിയിച്ചു കൊള്ളാമെന്ന് ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് നേർന്നു. അത്ഭുതം എന്ന് പറയട്ടെ, എന്നെ മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുപോയി ചെല്ലുമ്പോൾ തന്നെ അവിടുന്ന് MP വിളിച്ച് പറഞ്ഞേക്കുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് MP വന്നു ഹോസ്പിറ്റലിൽ വന്നിട്ട്, ശരിക്കും പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ് വന്നിട്ട് ഡോക്ടറോട് എൻ്റെ കാര്യങ്ങൾ തിരക്കിയപ്പോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് രോഗങ്ങൾ ഭേദമാകാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങളിവിടെ ചെയ്തുള്ള ടെസ്റ്റുകളുടെ എല്ലാം ഞങ്ങൾക്ക് അറിയാം, അപ്പോൾ അതിനെന്ത് പ്രതിവിധി ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങൾ ഇനി ആളുടെ കാര്യം ഏറ്റു, ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ പൂർണ്ണ ആരോഗ്യതയെ വിട്ടുകൊള്ളാമെന്നൊരു ഉറപ്പ് തന്നു. അതുപോലെ കറക്റ്റ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പോയതിനേക്കാളും പക്കയായി ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ അത്
ശരിക്കും പറഞ്ഞാൽ എൻ്റെ പൂങ്കാവിലിരിക്കുന്ന കർത്താവിൻ്റെ ആ ഒരു അത്ഭുതം തന്നെയാണ് ഞാനത് വിശ്വസിക്കുന്നത്. ഇപ്പോൾ എനിക്ക് മാത്രമല്ല, ഇതുപോലെ അനുഭവം വന്ന ഒത്തിരി ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പൂങ്കാവിൽ നിലവിളക്കിടാൻ വേണ്ടിയിട്ട് നിലവിളക്ക് കത്തിച്ച് നേർച്ച നടത്തുന്നത് കൂടുതലും നമ്മൾ വന്ന് നിൽക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും, അക്രൈസ്തവരാണ് കൂടുതലും വരുന്നത്. അവർ എന്തെങ്കിലും നടക്കാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ഈ പെസഹ വെള്ളിയാഴ്ചനെ സമർപ്പിച്ചുകൊണ്ടാണ് നേർച്ച നേരുന്നത്. അടുത്ത വർഷം ഞങ്ങൾ പെസഹ വെള്ളിയാഴ്ച ഞങ്ങൾ ദീപം തെളിയിച്ചോളാം, ഞങ്ങളുടെ ഈ കാര്യം സാധിച്ചിട്ടേക്കണേ. അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളാണ് പെസഹ വെള്ളിയാഴ്ച സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പിന്നെ പിറ്റേ ദിവസം ദുഃഖവെള്ളിയാഴ്ച വെളുപ്പിനെ 4 മണി മുതൽ നമ്മുടെ പൂങ്കാവ് പള്ളിയിലെ പാരിഷ് ഹാളിൽ കഞ്ഞി വിതരണമുണ്ട്. അപ്പോൾ ആ കഞ്ഞി വരെ നേർച്ചയായിട്ട് കഞ്ഞി വെക്കാനുള്ള അരിയും സാധനങ്ങളെല്ലാം നേർച്ചയായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നവരുണ്ട്. ആ കഞ്ഞി വന്ന് നേർച്ചയായിട്ട് കുടിക്കുന്നവരുണ്ട്. അതിലൂടെ രോഗശാന്തി പ്രാപിച്ചു എന്ന് പറയപ്പെടുന്നവരുണ്ട്. പിന്നെ അതുപോലെ അന്നത്തെ നഗരി കാണിക്കൽ, ദുഃഖവെള്ളിയാഴ്ചത്തെ നഗരി കാണിക്കൽ, അത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം മുതലാണ് മാതാവിൻ്റെ അനുഗമനവും കൂടെ കർത്താവിൻ്റെ തിരുസ്വരൂപത്തിനൊപ്പം ഉണ്ടായത്. അപ്പോൾ അത് നമുക്ക് ആ നഗരി കാണിക്കലിൽ പങ്കെടുക്കുമ്പോൾ ശരിക്കും കർത്താവിൻ്റെ രൂപവും മാതാവിൻ്റെ അനുഗമനവും കൂടെ വരുമ്പോൾ നമുക്ക് ആ നിമിഷത്തെ ആ ഒരു ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിൽ പങ്കെടുക്കുന്നവർക്ക് അതിൻ്റെ അനുഗ്രഹം അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. കഴിഞ്ഞ വർഷം നഗരി കാണിക്കലിൽ പങ്കെടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ ശരീരമൊക്കെ കുളിര് കോരുക. മാതാവിൻ്റെ ആ ഒരു വരവ് നമ്മൾ ആ ഒരു ഒറിജിനാലിറ്റിയിലാണ് നമ്മൾ ആ ഒരു നഗരി കാണിക്കൽ കാണുന്നത്. അത് ഒത്തിരി ഒത്തിരി അനുഭവമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നാനാജാതി മതസ്ഥരായാലും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ക്രൈസ്തവരായാലും ഓടി ഈ ഒരു പൂങ്കാവ് പള്ളിയിലേക്ക് എത്തുന്നത് ആയിരിക്കും തീർച്ചയായിട്ടും. കാര്യം ഈ പറഞ്ഞില്ലേ, ഈ നോൻപ് തുടങ്ങിയതിന് ശേഷം ഇപ്പൊ തന്നെ ആണെങ്കിലും തിരുനെൽവേലി, മധുര അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഇപ്പൊ കുറച്ച് മുന്നേയും കൂടെ വന്നിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ അവര് ആളെ പ്രത്യേകം വെച്ച് വണ്ടിയിൽ സ്റ്റോർ ചെയ്തേണ്ട അവർ വരുക. എന്നിട്ട് അവരൊരു സ്ഥലത്ത് വന്നിരുന്നിട്ട് അവിടെ വന്നിരുന്നിട്ടാണ് അവരുടെ ആഹാരങ്ങൾ കഴിക്കുന്നത്. എന്ന് വെച്ചാൽ നേരത്തെ അവർ പ്രിപ്പയർഡ് ആണ് ഇങ്ങോട്ടേക്ക് പോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൂങ്കാവ് ദേവാലയം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന് അകത്ത് മാത്രമല്ല, കേരളത്തിന് പുറത്തേക്കും ദേവാലയത്തിൻ്റെ ആ ഒരു അനുഗ്രഹം ശരിക്കും ഒരു സാക്ഷ്യമായി തന്നെ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ചേച്ചി ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പൂങ്കാവ് പള്ളി എന്ന് പറഞ്ഞാൽ ഇത്ര പ്രശസ്തമായ പള്ളി, ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് ജനങ്ങൾക്ക്, നാനാജാതി മതസ്ഥർക്ക് അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു ദേവാലയം. ആ ദേവാലയത്തിൽ ഇങ്ങനൊരു ഒരു വനിതാ കൈക്കാരൻ എന്നൊരു പോസ്റ്റിലേക്ക് എത്തുമ്പോൾ അന്ന് ചേച്ചി ആ പറഞ്ഞ ആ ഒരു ഹോസ്പിറ്റലൈസിൽ നിന്ന് മരണത്തിൻ്റെ മുന്നിൽ നിന്ന് ദൈവം തിരികെ കൊണ്ടുവന്ന അവസ്ഥ എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ദേവാലയത്തിൻ്റെ അൾത്താരയുടെ മുമ്പിൽ നിന്ന് തന്നെ ഞാൻ പറയുവാണ്, അന്ന് ദൈവം എന്നെ തിരിച്ചു പിടിച്ചത് ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാനം എനിക്ക് തരാൻ വേണ്ടിയിട്ടായിരിക്കും.